ഇന്ന് ദുഃഖശനിയാഴ്ച. നിശബ്ദതയുടെ ദിവസമാണ്, പക്ഷെ പരാജയത്തിൻ്റെ ദിവസമല്ല. നിഗൂഢതയും പ്രത്യാശയും ദൈവിക പ്രവർത്തനവും ഒക്കെ ഉൾച്ചേർന്ന ഒരു നിശബ്ദ ദിവസം. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 27 അധ്യായം 62 മുതൽ 66 വരെയുള്ള വചനഭാഗത്ത് അധികാരികൾ ഈശോയുടെ ശവകുടീരത്തിന് മുദ്ര വയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈശോയുടെ വാഗ്ദാനത്തെ തടയാൻ കഴിയുമെന്ന് കരുതി അവർ കാവൽക്കാരെ നിർത്തി കല്ലിന് മുദ്ര വെച്ച് ഭദ്രമാക്കുന്നു. മാനുഷിക വീക്ഷണത്തിൽ എല്ലാം പൂർത്തിയായതായിട്ട് തോന്നുന്നു. ശിഷ്യന്മാർ ചിതറിയോടി. ഈശോയുടെ ശരീരം കല്ലറയിൽ കിടക്കുന്നു. മരണം വിജയിച്ചു എന്ന് ലോകം വിശ്വസിക്കുന്നു. എന്നാൽ സഭയുടെ സമ്പന്നമായ പാരമ്പര്യത്തിൽ ദുഃഖശനിയാഴ്ച ഒരു ശൂന്യമായ ദിവസമല്ല. പാതാളത്തിലെ ആത്മാക്കളോട് നവജീവന്റെ സുവിശേഷവും പുനരുത്ഥാനവും പ്രഖ്യാപിക്കാൻ ഈശോ മരിച്ചവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ദിവസമാണെന്ന്. പാതാളത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ വാതിലുകളും ഓടാമ്പലുകളും നശിപ്പിച്ചു. ഇരുട്ടു മാത്രം നിലനിന്നിരുന്നിടത്ത് തൻ്റെ വെളിച്ചം അവൻ പകർന്നു നൽകുകയാണ്. മരണത്തെ ഇല്ലാതാക്കി പാതാളത്തിലെ എല്ലാ തടവുകാരെയും പുറത്താക്കി നമ്മുടെ ആദ്യ മാതാപിതാക്കളും യുഗാരംഭം മുതൽ മരിച്ച എല്ലാ നീതിമാന്മാരും അവർ കാത്തിരുന്നവൻ്റെ അടുക്കിലേക്ക് ഓടിയ ദിവസം. മലാഖമാരുടെ ഗണങ്ങൾ വീണുപോയ നമ്മുടെ വംശത്തിൻ്റെ പുനഃസ്ഥാപനത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദിവസം. അപ്പോൾ മരണത്തിൽ പോലും ഈശോ നിഷ്ക്രിയനല്ല എന്നുള്ളതാണ്. ഭൂമിയിൽ കല്ലറ അടയ്ക്കപ്പെട്ടിരുന്നു, മുദ്ര വയ്ക്കപ്പെട്ടിരുന്നു. പക്ഷെ സ്വർഗത്തിൻ്റെ വിജയം ഇതിനകം ആരംഭിച്ചു. നിശബ്ദത പോലെ തോന്നുന്നത് യഥാർത്ഥത്തിൽ രക്ഷയുടെ മറഞ്ഞിരിക്കുന്ന പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ തവണ ഈ ദുഃഖശനിയാഴ്ച നിമിഷം നാം അനുഭവിക്കുന്നു. പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്ത നിശബ്ദ നിമിഷങ്ങൾ, ദൈവം നിശബ്ദനായി തോന്നുന്ന നിമിഷങ്ങൾ, കഷ്ടപ്പാടുകളുടെ രോഗങ്ങളുടെയൊക്കെ ഭാരത്താൽ പ്രത്യാശ മൂടപ്പെട്ട നിമിഷങ്ങൾ. എന്നാൽ ഈ ശനിയാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് കാണുവാൻ സാധിക്കാത്തപ്പോഴും ക്രിസ്തു പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ധകാര മേഖലകളിലേക്ക് പ്രവേശിക്കുകയും അവയെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തു നമ്മിലേക്ക് എത്തിച്ചേരാത്ത ഒരു ഇടവുമില്ല. ഓർക്കുക, ഒരു ഇരുട്ടും വളരെ ആഴമുള്ളതല്ല. ഒരു ജീവിതവും വളരെ തകർന്നു പോയിട്ടുമില്ല. ഒരു ഭൂതകാലവും ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിന് അതീതവുമല്ല. കല്ലറയ്ക്ക് മുദ്രയിടുമ്പോൾ ഒരുപക്ഷെ ഭാവിയെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് മനുഷ്യശക്തികൾ വ്യർത്ഥമായിട്ട് ചിന്തിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി നിശബ്ദമായി, സൗമ്യമായി, അദൃശ്യമായി പ്രവർത്തിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്തിടത്ത് ദൈവിക ശക്തി ജീവൻ പ്രദാനം ചെയ്യുന്നു. അതിനാൽ ഈ ദുഃഖശനിയാഴ്ച പ്രത്യാശയോടെ നമുക്കായിരിക്കാം. കാരണം നിശബ്ദതയിൽ പോലും ദൈവം രക്ഷിക്കുന്നു. ഇരുട്ടിൽ പോലും ദൈവം സന്നിഹിതനാണ്. പാതാളത്തിൽ പോലും ക്രിസ്തു വിജയശ്രീലാളിതനാണ്. ദുഃഖശനിയാഴ്ചയുടെ നിശബ്ദത കഥയുടെ അവസാനമല്ല, അത് പുതിയ സൃഷ്ടിയുടെ തുടക്കമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.